ചേരമാൻ പെരുമാളിനെ മനസ്സിലാക്കി സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. മഹാനായിരിക്കുന്ന ചേരമാൻ പെരുമാൾ ചക്രവർത്തി ആ ചന്ദ്രനെ പിളരുന്നത് കണ്ട ദിവസം, ആ സെക്കൻഡ്, ആ നാഴിക, ആ വിനാഴിക എല്ലാം എഴുതി റെക്കോർഡ് ചെയ്തു വെച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സൗദി അറേബ്യയിൽ നിന്നൊരു കച്ചവട സംഘം ശ്രീലങ്കയിലെ ആദംമല സന്ദർശിക്കാൻ വേണ്ടി പോയിരുന്നു. ആദംമല സന്ദർശിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ആ സംഘം കൊടുങ്ങല്ലൂർ രാജാവിനെ കണ്ട് സൗഹൃദ സംഭാഷണം നടത്താൻ പായക്കപ്പലിലൂടെ കൊടുങ്ങല്ലൂർ വന്ന് കപ്പലിറങ്ങി. അവർ ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വന്നു. കൊട്ടാരത്തിൽ വന്ന് കുശലാന്വേഷണങ്ങളൊക്കെ നടക്കുന്ന കൂട്ടത്തില് ചേരമാൻ പെരുമാൾ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമാണ്, ആദ്യം ചോദിച്ചു. ഒരു അന്യ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വായതിന് വന്നാൽ ഞാൻ ചോദിക്കും, ഇവിടെ നാട്ടിൽ വല്ല വിശേഷമുണ്ടോ? വായതിന് വരുന്ന എന്നോടും നിങ്ങൾ സാധാരണ മര്യാദക്കനുസരിച്ച് നിങ്ങളും നിന്നോടും ചോദിക്കും, ഉസ്താദിന്റെ നാട്ടിൽ മഴ ഉണ്ടോ? വരുന്ന വഴിക്ക് അങ്ങനെ റോഡ് തന്നോ? അങ്ങനെ പല വിശേഷങ്ങളും ചോദിക്കും. രാജാവിന് അവരോട് ചോദിച്ചു, മക്കാരോട്, അല്ല മക്കാരെ, നിങ്ങളുടെ നാട്ടിൽ പ്രത്യേകം എടുത്തു പറയത്തക്ക വല്ല ഗുഡ് ന്യൂസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മക്കാര് പറഞ്ഞു, ഉണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഒരു ഗുഡ് ന്യൂസ് അല്ല, ബാഡ് ന്യൂസ്. അതെന്താ? ഞങ്ങൾ പരമ്പരാഗതമായി ആരാധിച്ചു വന്നിരുന്ന ദേവീദേവന്മാരെ, ദൈവങ്ങളെ, അതിനെ മുഴുവൻ തള്ളിപ്പറയുകയും ദൈവം ഒന്നേ ഉള്ളൂ, ഏകദൈവ വിശ്വാസം, അത് മാത്രമാണ് ശരി, അത് അല്ലാഹുവാണ്, ആ ഒരു ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നബി ഇറങ്ങിയിട്ടുണ്ട് മക്കായിൽ. അവന്റെ പേര് മുഹമ്മദ് എന്നാണ്. ചേരമാൻ പെരുമാൾ ചക്രവർത്തി ചോദിച്ചു, ആ നബിയാണെന്ന് പറയുന്ന വ്യക്തി വല്ല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ മക്കാര് പറഞ്ഞു, ഉണ്ട് രാജാവേ, അയാൾ 1-ാം നമ്പർ മന്ത്രവാദിയാ, ജ്യോത്സ്യനാ, അയാൾ മെസ്മരിശക്കാരനാ. അപ്പൊ അടുത്ത ദിവസം ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് കഅബത്തിന്റെ തൊട്ടടുത്തുള്ള അബിൽ ഖുബൈസ് മലയുടെ അടിഭാഗത്ത് വെച്ചിട്ട് ആകാശത്ത് കാണുന്ന ചന്ദ്രനെ 2 കഷ്ടമാക്കി പിളർത്തി ആ 2 കഷ്ടമായ ചന്ദ്രനെ പൂർവ്വദിശയിലേക്ക് യോജിപ്പിച്ച് കാണിച്ചു തന്നു. അത്ര വലിയ അത്ഭുതങ്ങൾ അയാൾ കാണിക്കുന്നുണ്ട്. അയാൾ 1-ാം നമ്പർ മന്ത്രവാദിയാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ ചക്രവർത്തി, അദ്ദേഹം പണ്ട് കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിന്റെ മുകളിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചന്ദ്രനെ പിളർത്തിയ രംഗം നേരിട്ട് കണ്ട വ്യക്തിയാ. അതിന് ഡേറ്റ് എഴുതി വെച്ച് വെക്കുകയാ, അതിന്റെ നാഴിക എഴുതി വെച്ച് വെക്കുകയാ, അതിന്റെ വിനാഴിക എഴുതി വെച്ച് വെക്കുകയാ. അദ്ദേഹം ഈ യാത്ര സംഘത്തോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനത്തോടെ പറയാനുണ്ട്, നിങ്ങൾ സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് തിരിച്ചു പോണ സമയത്ത് നിങ്ങളുടെ പായക്കപ്പലിൽ എനിക്കൊരു സീറ്റ് തരുമോ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനെ പിളർത്തുന്ന മോചനത്ത് കണ്ട ചേരമാൻ പെരുമാൾ ചക്രവർത്തി ഖൽബിൽ ആഗ്രഹിച്ചു, റസൂലുള്ളാഹിനെ മക്കത്ത് പോയി ഒന്ന് കാണണം, മക്കത്ത് പോണം. അതിനാണ് ഈ അറബികളോട് പറഞ്ഞത്, നിങ്ങൾക്ക് പായക്കപ്പലിൽ തിരിച്ചു പോരുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. പക്ഷേ ചേരമാൻ പെരുമാളുടെ പെങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കണ്ണൂരിലെ താന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭരണം നടത്തിയിരുന്ന രാജ്ഞിയായിരുന്നു ചേരമാൻ പെരുമാളുടെ പെങ്ങള്. അവരുടെ പേര് ശ്രീദേവി എന്നാണ്, ശ്രീദേവി തമ്പുരാട്ടി. ആ ശ്രീദേവി തമ്പുരാട്ടിയോട് ചോദിച്ചിട്ടല്ലാതെ ചേരമാൻ പെരുമാളിൽ ഒരു കാര്യത്തിനും തീരുമാനമെടുക്കില്ല. ആങ്ങളെ ചെന്നിട്ട് പറഞ്ഞു, പെങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, മക്കത്ത് പോകണം, അവിടെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, മുഹമ്മദ്, നേരിട്ട് കാണണം. അതിന് ഞാൻ മക്കയിലേക്ക് അറബികളുടെ കൂടെ ജിദ്ദയിലേക്ക് പായക്കപ്പലിൽ പോവുക. രാജ്യം ഭരിക്കുന്ന രാജാവ് ഒരു സുരക്ഷിതത്വമില്ലാത്ത പായക്കപ്പലില് അന്യ നാട്ടുകാരോടുകൂടെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ശ്രീദേവി തമ്പുരാട്ടി പറഞ്ഞു, നിങ്ങൾ ഒറ്റക്കങ്ങ് മക്കായിലേക്ക് പോകണ്ട, പോകുമ്പോ എന്റെ മകനായ കോഹിന്നൂരിനെ കൂടെ കൊണ്ടുപോകണം. ശ്രീദേവിയുടെ മകനായ 19 വയസ്സ് പ്രായമുള്ള കോഹിന്നൂർ രാജകുമാരനോ ചേരമാൻ പെരുമാളും കൂടി മലബാറിലെ തലശ്ശേരിക്കടുത്ത ധർമ്മടോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മോനെ. ആ ധർമ്മടത്തിന്റെ അടുത്ത് പോയനാട് എന്ന് പറഞ്ഞൊരു നാടുണ്ട്. ആ നാട്ടിൽ നിന്ന് 1400 കൊല്ലം മുമ്പ് സൗദി അറേബ്യയിലേക്ക് പായക്കപ്പല് കയറി അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ചേരമാൻ പെരുമാളും കോഹിന്നൂരും പോയ നാട്.
ആ നാടിന്റെ പേര് ഇപ്പോഴും പോയനാട് 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 എന്നാണ്. സംശയമുള്ളവർക്ക് തലശ്ശേരിക്കടുത്ത ധർമ്മടത്തി എന്ന് നോക്ക്, അവിടെ കാണാം പോയനാട്. പോയനാട് എവിടേക്ക് പോയനാട്? റസൂലുള്ളാഹിനെ കാണാം മക്കത്തേക്ക് പോയനാട്. ആ നാടിന്റെ പേര് തന്നെ പോയനാട് എന്നാണ്. മക്കത്ത് ചെന്നു, ചേരമാൻ പെരുമാളും കോഹിന്നൂരും മക്കത്ത് ചെന്നു. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോഴേ ചേരമാന് മനസ്സിലായി ഈ ഇരിക്കുന്ന ആൾ അല്ലാഹുവിന്റെ റസൂലാണ്. മറുത്തൊരു ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് ചേരമാൻ പറഞ്ഞു, വഅന്നക റസൂലുള്ളാഹ് വഅന്നക റസൂലുള്ളാഹ് വഅന്നക ഹബീബുള്ളാഹ് വഅന്നബീബുള്ളാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ചേരമാൻ പെരുമാളിന് റസൂലുള്ള ഉജ്ജ്വല സ്വീകരണം കൊടുത്തതായിട്ട് ഹദീസ് നോക്കിയാൽ കാണാം. ചേരമാൻ പെരുമാൾ ചെന്നപ്പോ റസൂലുള്ള പറഞ്ഞതേ, ഇഞ്ചി ചുക്ക് കുരുമുളക്, റസൂലുള്ള പറഞ്ഞ വാക്ക, ഇഞ്ചി ചുക്ക് കുരുമുളക്, ഈ 3 വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മലബാറിലെ രാജാവ് വന്നിരിക്കുന്നു. ഉമറുൽ ഫാറൂഖ് കയറി ചെന്നു, സിദ്ദീഖുൽ അക്ബർ കയറി ചെന്നു, സ്വഹാബത്ത് കയറി ചെന്നു, രാജാവിന് സ്വീകരണം കൊടുത്തു. 5 കൊല്ലം ചേരമാൻ പെരുമാൾ റസൂലുള്ളാന്റെ കൂടെ മക്കത്ത് താമസിച്ചു. അല്ലാഹുവിന്റെ റസൂല് മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോ ചേരമാൻ പെരുമാളും മദീനയിലേക്ക് പോയി താമസിച്ചു. അല്ലാഹുവിന്റെ റസൂല് മദീനത്ത് താമസിക്കുന്ന സമയത്ത് ചേരമാൻ പെരുമാൾ ചക്രവർത്തിയും കോഹിന്നൂര് രാജാവും കൂടി മാലിക് ദീനാർ എന്ന് പറയുന്ന സ്വഹാബികളുടെ നേതൃത്വത്തില് സൗദി അറേബ്യയിൽ നിന്ന് മദീനയിൽ നിന്ന് കേരളത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ റസൂലുള്ളാഹിന്റെ സമ്മതത്തോടെ പുറപ്പെട്ടു. പക്ഷേ മസ്കത്തിലെ ഒമാനിലെ ഷഹർ മഹല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് കപ്പലെത്തിയപ്പോ ചേരമാൻ പെരുമാളിന് പനി പിടിച്ചു. അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചേരമാൻ പെരുമാളിന്റെ മയ്യത്ത് അതേ മസ്കത്തിലെ ഒമാനിലെ ഷഹർ മഹല്ലയില് ഖബറടക്കം നടത്തി. നിങ്ങൾ മസ്കറ്റിലുള്ള ആളുകളോട് ചോദിച്ചു നോക്ക്, ഒമാനിലുള്ള ഷഹർ മഹല്ലയിൽ ചേരമാൻ പെരുമാളുടെ ഖബറുണ്ട് മോനെ. ആ മീസാൻ കല്ലിന്റെ മുകളില് അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മലിക്കുൽ ഹിന്ദ്, ഇന്ത്യയുടെ രാജാവ് ചേരമാൻ പെരുമാൾ. താജുദ്ദീൻ, ചേരമാൻ പെരുമാളുടെ പേര് റസൂലുള്ള മാറ്റി താജുദ്ദീൻ. താജുദ്ദീൻ, താജുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ കിരീടം, മതത്തിന്റെ കിരീടം, മതത്തിന്റെ കിരീടം എന്നാണ് അതിന്റെ അർത്ഥം. താജുദ്ദീൻ. ചേരമാൻ പെരുമാളുടെ പേര് റസൂലുള്ള മാറ്റിയത് താജുദ്ദീൻ. കൂടെ വന്ന കോഹിന്നൂര് രാജാവിന്റെ പേര് റസൂലുള്ള മാറ്റി സൈഫുദ്ദീൻ മുഹമ്മദ് അലി. ഈ 2 ആളാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി കണ്ട ഇന്ത്യക്കാർ. ഈ 2 ആളാണ് ഇന്ത്യയിലെ ആദ്യത്തെ 2 സ്വഹാബത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഒമാനിൽ വെച്ച് ചേരമാൻ പെരുമാൾ വഫാത്തായപ്പോ ഈ യാത്രാസംഘം നേരെ മദീനയിലേക്ക് തിരിച്ചുപോയി. പിറ്റത്തെ കൊല്ലം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതിയോടെ ഹിജറ 5-ാം വർഷം മാലിക് ദീനാർ തങ്ങളുടെ നേതൃത്വത്തില് പഴയ 14 അംഗ സംഘം കൂടെ കോഹിന്നൂർ രാജാവും കൂടി മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കത്ത് വന്ന്, മക്കയിൽ നിന്ന് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വന്ന്, ജിദ്ദയിൽ നിന്നൊരു പായക്കപ്പലുണ്ടാക്കി നേരെ കൊടുങ്ങല്ലൂരിലേക്ക് 28 ദിവസം കടലിലൂടെ യാത്ര ചെയ്തു. കൊടുങ്ങല്ലൂര് വന്ന് കപ്പലിറങ്ങി കടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കൊടുങ്ങല്ലൂര് കൊട്ടാരത്തിലേക്ക് പോകണം. കൊട്ടാരത്തിലേക്ക് വഴി അറിയാഞ്ഞിട്ടല്ല, കടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേരമാൻ പെരുമാൾ ഒരു അത്ഭുത കാഴ്ച കണ്ടു. എന്താണ്? ഒരു മനുഷ്യൻ ഒരു തോർത്തുമുണ്ട് എടുത്ത് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ നാട്ടില് തോർത്തുമുണ്ട് എന്നൊക്കെ പറയുന്ന കൈലി എന്നൊക്കെ പറയുന്ന സാധനം. ആ അറബികൾ അങ്ങനത്തെ വസ്ത്രമൊന്നും എടുത്ത് നിൽക്കില്ല. ഒരു തോർത്തുമുണ്ട് ചുറ്റി നിൽക്കുന്ന ഒരാളെ കണ്ടപ്പോ, അർദ്ധമായി നഗ്നത പുറത്ത് ചാടിച്ചു നിൽക്കുന്ന ഒരാളെ കണ്ടപ്പോ മാലിക് ദീനാർ ഇങ്ങനെ നോക്കി നിൽക്കുക. മാത്രമല്ല, മാലിക് ദീനാറിനും കപ്പൽ യാത്ര ചെയ്തു വന്ന 14 സ്വഹാബത്തിനും അതിശക്തമായ ദാഹമുണ്ട്. വെള്ളത്തിന് ദാഹിച്ച് നിൽക്കാനും വയ്യ. മാലിക് ദീനാറിന്റെ കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു പോയിരിക്കുന്നു. കടപ്പുറത്ത് പൈപ്പില്ല, വെള്ളമില്ല. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അറബിയാണ്, അറബി ഭാഷയെ അറിയൂ. അപ്പുറത്ത് നിൽക്കുന്ന കടപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന് അറബി അറിയില്ല. പക്ഷെ ഏതാൾക്കും അറിയുന്ന ഒരു ഭാഷ ഉണ്ട്, ആംഗ്യ ഭാഷ. മാലിക് ദീനാർ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോഴും മനസ്സിലായി വന്നവർക്ക് വെള്ളം കിട്ടണം. നല്ല വെളുത്ത തുടുതുടുത്ത സുമുഖന്മാരായ 14 ചൊങ്കന്മാരായ അറബികൾ ആ കടപ്പുറത്ത് വന്നിരിക്കുന്നത്.
മാലിക് ദീനാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സവർണന്മാരാ, വലിയ ജാതിക്കാരാ, 42 അടി അപ്പുറത്തിരിക്കേണ്ടവരാണ്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സത്യസന്ധത കണ്ടപ്പോ ഈ മനുഷ്യൻ തെങ്ങിന്റെ മുകളിൽ കയറി 14 ഇളനീര് വെട്ടിയിറക്കി. 14 ഇളനീര് വെട്ടിയിറക്കിയിട്ട് അത് കുടിക്കേണ്ട പാകത്തിൽ മൂക്കൊക്കെ ചെത്തി കുടിക്കാൻ വേണ്ടി 14 ഇളനീരും മണപ്പുറത്ത് ഇങ്ങനെ വരിയായി 14 വെച്ചു. എന്നിട്ട് 42 അടി പിന്നിലോട്ട് ഇറങ്ങി അപ്പു മാറി നിന്നു. കുടിച്ചോളം പറഞ്ഞു. മാലിക് ദീനാറിന് ഇതിന്റെ കഥ മനസ്സിലായില്ല. ഇയാൾ എന്തിനാ നമ്മളെ പേടിച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്? 42 അടി അപ്പുറത്ത് നിൽക്കുന്നത് മാലിക് ദീനാർ തങ്ങൾ വന്ന് ഇളനീര് കൈകൊണ്ടെടുത്ത് കുടിച്ചു. തങ്ങൾക്ക് ഇളനീര് വെട്ടിക്കൊണ്ട് തങ്ങളുടെ ദാഹം ശമിപ്പിച്ചു പോയ ഇന്ത്യയിലെ ആദ്യം കണ്ട മനുഷ്യന് മാലിക് ദീനാർ 2 കൈകൊണ്ടും ആംഗ്യം കാണിച്ചുകൊണ്ട് വിളിച്ചു, താൽ താൽ കമിങ് താൽ, അടുത്തു വരൂ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തു വരൂ. അപ്പു അടിക്കാൻ പറയുന്നതോറും അപ്പു പിന്നോട്ട് പോകുക. ഇവിടെ ഐത്തുള്ള നാടാ. അത് മാലിക് ദീനാറിനറിയില്ല. അത് മാലിക് ദീനാറിനറിയില്ല. ഇവിടെ ജാതി മേൽക്കോയ്മയുള്ള നാടാ. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അടുത്തങ്ങ് ചെന്നു. അകന്നു പോകുന്ന തെങ്ങ് കയറ്റക്കാരനായ അപ്പു, അദ്ദേഹത്തിന്റെ പേര് അപ്പൂന്ന. അപ്പു, ആ താമജാതിക്കാരനായ അപ്പു, പിന്നാക്കക്കാരനായ അപ്പു, ഷെഡ്യൂൾഡ് കാസ്റ്റായ അപ്പു, ദലിതകാരനായ അപ്പു, ആ അപ്പുവിനെ കയറി അങ്ങ് പിടിച്ചു മാലിക് ദീനാർ തങ്ങള്. ഇന്ന് വരെ അപ്പുവിന്റെ കറുത്ത കരങ്ങളിൽ ഒരു മൃദുല കോമരമായിരിക്കുന്ന ശരീരം സ്പർശിച്ചിട്ടില്ല. ആ വെളുത്ത ശരീരം കറുത്ത കരങ്ങളിൽ കടന്നപ്പോൾ അപ്പു അറിയാതെ 2 കണ്ണുനീര് കണ്ണില്ലെന്ന് ചാടി. അപ്പുവിനെ ചെന്നഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മാലിക് ദീനാർ ആശ്ലേഷിച്ചു. അതാ ജസാക്കല്ലാഹ് ഖൈറ്, താങ്ക് യു എന്ന് പറയുന്ന പോലെ ജസാക്കല്ലാഹ് ഖൈറ്, അല്ലാഹു നിനക്ക് നന്മ ചെയ്യട്ടെ മോനെ. മാലിക് ദീനാർ അങ്ങ് വിട്ടുകൊടുത്തപ്പോ നനഞ്ഞ കണ്ണുകളോടെ കൊടുങ്ങല്ലൂരിന്റെ മണൽപ്പരപ്പിൽ നിന്ന് അപ്പോ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഭാരതത്തിലെ ആദ്യത്തെ മുസൽമാന്റെ പേര് അപ്പു. അപ്പു എന്ന മനുഷ്യന്റെ പേര് മാറി അബ്ദുറഹ്മാൻ. ആ 14 അംഗ സഹാബത്ത് കൊടുങ്ങല്ലൂര് കൊട്ടാരത്തിൽ ചെന്നു. മാലിക് ദീനാർ മരണപ്പെട്ടു പോയ ചേരമാപെരുമാളുടെ വിവരം അദ്ദേഹത്തിന്റെ കുടുംബങ്ങളോട് പറഞ്ഞപ്പോ ചുവപ്പ് പരവതാനി വിരിച്ച് മുസ്ലിമീങ്ങളെ കൊട്ടാരത്തിൽ കയറ്റി ഹിന്ദുക്കള്. അവിടെ കയറി ചെന്ന 14 മുസ്ലിമീങ്ങൾക്ക് വയറ് നിറച്ചു ഭക്ഷണം കൊടുത്തു അവിടുത്തെ ഹിന്ദുക്കള്. മാലിക് ദീനാർ തങ്ങൾ അവിടുത്തെ ഹിന്ദു രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാൻ ഒരു പള്ളി കയറ്റാനുള്ള സ്ഥലം തരാമോ? മോനെ, ആരാണ് പള്ളിക്ക് സ്ഥലം കൊടുക്കുന്നത്? രാജ്യം ഭരിച്ചിരുന്ന ഹിന്ദു രാജാവാണ്. കൊടുങ്ങല്ലൂര് രാജ്യം ഭരിച്ചിരുന്ന ചേരമാപെരുമാളുടെ പിൻഗാമിയായ ഹിന്ദു രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലമെടുത്തോളൂ, എവിടെ വേണമെങ്കിലും പള്ളി കയറ്റിക്കോളൂ. അങ്ങനെ ഇന്ന് കാണുന്ന ചേരമാമ്പള്ളി ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാമ്പള്ളി. സയ്യിദുനാ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ചെന്ന് ആവശ്യമുള്ള സ്ഥലം അക്വയർ ചെയ്തെടുത്തു. ഇപ്പൊ പള്ളിക്ക് സ്ഥലം കിട്ടി, പക്ഷെ പള്ളി കയറ്റണ്ടേ? അറബികളുടെ കയ്യിൽ ചുക്കര് മേടിക്കാനുള്ള കായ്, ചുണ്ണാമ്പ് പറ്റാനുള്ള കായും കൂടിയില്ല. എന്നപ്പോ അറബികളൊക്കെ പണക്കാരായത്? എന്നായത് 1960 ശേഷം. 1960കളുടെ മുമ്പ് ഗൾഫ് രാജ്യത്തിലെ പെട്രോളിയത്തിന്റെ ഉറവ കണ്ടെത്തിയിട്ടില്ല. 960ലാണ് ഇന്ന് കാണുന്ന ഗൾഫ്, സ്വപ്നഭൂമിയായ ഗൾഫ് പെട്രോളിയത്തിന്റെ സമ്പൽ സമൃദ്ധി കൊണ്ട് ലോകത്ത് എണ്ണ ഉൽപാദന രാജ്യങ്ങളിൽ മുമ്പന്തിയിലേക്ക് കയറി വന്നത്. 60ന്റെ മുമ്പെയുള്ള അറബികളുടെ ചരിത്രം ഉണ്ടാ? അവരെ കയ്യിലത് കുറച്ച് ഉണക്ക ഈത്തപ്പഴം, കടലിൽ നിന്ന് പിടിച്ചെടുക്കുന്ന കുറച്ച് മീനും, ഉണക്ക ഈത്തപ്പഴം, ചുട്ട മീനും, കുടിക്കാൻ പച്ചവെള്ളം പോലും ലഭിക്കാത്ത ആ പാവപ്പെട്ട അറബികള്, കോഴിക്കോടും കൊച്ചിയിലും മത്സ്യം പിടിച്ച് ജീവിച്ചിരുന്ന അറബികള് ഒരു കാലത്ത് നമ്മുടെ വാപ്പാടെ വാപ്പ അവർക്ക് വിസ കൊടുത്തു. ഇപ്പൊ അവരുടെ മക്കളായിട്ട് നമുക്ക് വിസ തരുന്നു. വലിയ വ്യത്യാസമൊന്നും ഇല്ലാട്ടോ പോലെ. നമ്മളൊരു കാലത്ത് നമ്മുടെ വാപ്പാടെ വാപ്പ അറബികൾക്ക് വിസ കൊടുത്തു. ഞാൻ അബുദാബിയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോ മസ്റൂഇ കബീലയിൽപ്പെട്ട ഒരു അറബി, അവിടുത്തെ ഒറിജിനൽ അറബിയാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള ആദിവാസികളെ പോലത്തെ അറബികളാ, അവരല്ല ഒറിജിനാലിറ്റി. മസ്റൂഇ കബീല സൗദി അബുദാബിയിലെ ഫേമസ് കബീലയാ. ആ മസ്റൂഇ കബീലയിൽപ്പെട്ട ഒരു അറബി എന്നോട് വിളിച്ചു പറഞ്ഞു, മുത്തവ,
അയാൾ എനിക്കൊരു വിസ തന്നു. 3 കൊല്ലം അയാൾ എനിക്ക് ദുബായ് അബുദാബിയുടെ വിസ തന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, മുത്തവ്വ എന്ന് പറഞ്ഞ മുസ്ലിയാരെ, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ വിസ തരുന്നു. ഞാൻ കോഴിക്കോട് വന്നിട്ട് മീന്, മത്തി, ചാള, അയിലൊക്കെ പിടിക്കാൻ വന്ന ആളാ. ഉരു എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഉരു. ആ ഉരുവിനോട് ഞാൻ കോഴിക്കോട് മീൻ പിടിക്കാൻ വന്ന ആളാ. അന്ന് നിങ്ങളുടെ വാപ്പാടെ വാപ്പ എനിക്ക് വിസ തന്നു. ഇപ്പൊ അതിന്റെ മകന്റെ മകനായ നിങ്ങൾക്ക് ഞങ്ങൾ ഇതാ വിസ തരുന്നു. കണ്ടോ, ഒരു കയറ്റത്തിനൊരു ഇറക്കണ്ട്, ഒരു ഇറക്കത്തിനൊരു കയറ്റമുണ്ട്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു വരുന്ന കാലം അതാ. ഇന്നത്തെ ഗൾഫും തുൾഫും ഒന്നും ഇല്ല. ഇവിടെ വന്നപ്പോ സ്ഥലം കൊടുത്തു ഹിന്ദുക്കള്, പള്ളി കയറ്റണം. എവിടുന്ന് വായെന്ന് പറഞ്ഞാൽ കായിട്ടുക, എവിടുന്ന് വായെന്ന് പറഞ്ഞാൽ വാല് കേൾക്കാൻ ആള് വേണ്ടേ, പറയാൻ ആള് വേണ്ടേ. കൊടുങ്ങല്ലൂർ രാജാവിനോട് ചെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ മാലിക് ദീനാർ തങ്ങൾ പറഞ്ഞു, രാജാവ്, പള്ളി കയറ്റാൻ ഞങ്ങൾക്ക് പണമില്ല, അതുകൊണ്ട് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ പള്ളിക്ക് പണം തരണം കേട്ടോ. ചരിത്രത്തിന്റെ പിന്നിലൊന്ന് ചുവട് വെച്ച് നോക്കൂ നിങ്ങള്. ഇന്ത്യയിൽ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിലെ ചേരമാമ്പള്ളി, അതേ കൊടുങ്ങല്ലൂര് കാളി ക്ഷേത്രം ഉണ്ടാക്കാൻ പുഴക്കി വെച്ചിരുന്ന വെട്ടുകല്ലെടുത്ത് കൊടുങ്ങല്ലൂർ രാജാവ് മുസ്ലിമീങ്ങൾക്ക് പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്ത് ദാനം തന്നല്ലോ. അമ്പലത്തിന് പൊളിക്ക് വെച്ച കല്ലെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ ആദ്യത്തെ പള്ളി കേട്ടാൽ മതസൗഹാർദ്ദം കാണിച്ച വർഗം, ലോകത്തിലെ അടിസ്ഥാന വർഗം, ആർഷഭാരത സംസ്കാരത്തിന്റെ വക്താക്കള്, ഇന്ത്യൻ സംസ്കാരത്തിന്റെ വക്താക്കള്, അത് ഹിന്ദുത്വമെന്ന് വിളിച്ചാലും കൊള്ളാം, ഭാരതീയ സംസ്കാരമെന്ന് വിളിച്ചാലും കൊള്ളാം, മാനവിക സംസ്കാരമെന്ന് വിളിച്ചാലും കൊള്ളാം, ഏത് ഭാഷ വിളിച്ചാലും കൊള്ളാം, അത് മാനവിക സംസ്കാരമാണ്. ആ സംസ്കാരം പറഞ്ഞു മുസ്ലിമീങ്ങളുടെ പള്ളിക്ക് അമ്പലത്തിന്റെ കല്ല് കൊടുത്തു. കൊടുങ്ങല്ലൂർ പള്ളിയില് ഇപ്പോഴും അതിന്റെ നടുഭാഗത്തെ പള്ളി പൊളിച്ചിട്ടില്ല, ബാക്കിയൊക്കെ പള്ളി പൊളിച്ചു പണിതെങ്കിലും അതിന്റെ നടുക്കിലെ പള്ളി ഇന്നും കാളി ക്ഷേത്രത്തിന് വേണ്ടി പുഴക്കി വെച്ചിരുന്ന കല്ല് കൊടുങ്ങല്ലൂർ രാജാവ് കൊടുത്ത കല്ല്. ആ കല്ലാണ് കൊടുങ്ങല്ലൂർ മുസ്ലിം പള്ളിക്കുള്ളത്. തീർന്നില്ല. പക്ഷെ കൊടുക്കാത്തൊരു സാധനമുണ്ട്, കൊടുക്കാത്തൊരു സാധനമുണ്ട്. അത് വല്ലാത്തതാ. ഞാനിപ്പോ ഇവിടെ വായതിന് വന്നപ്പോ ഒരു മാന്യനായ സഹോദരന്റെ വീട്ടിൽ കൊണ്ടുപോയി സുഭിക്ഷമായ ഭക്ഷണം തന്നു. ഇനി എനിക്ക് നാളെ തിരുവനന്തപുരത്തേക്ക് എന്റെ കമ്മീഷന്റെ സിറ്റിംഗ് ഉള്ളത്, അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടാ പോകേണ്ടത്, തൃശ്ശൂരിലേക്കല്ല. അപ്പൊ ഞാൻ നേരത്തെ ഇവരോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് സുബഹി വരെ എടുക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്തു തരണം. ഓ, ഞങ്ങൾ ശരിയാണ്, സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ പോയി എറണാകുളത്ത് പോയി ലോഡ്ജ് എടുക്കണ്ടേ. അപ്പോ അത് സ്വീകരിച്ചു. അതും ചെയ്തു തരും. കുടിക്കാൻ വെള്ളം തന്നു, കിടക്കാൻ കിടപ്പാടം തന്നു. പക്ഷേ അതിന്റെ അങ്ങേപ്പുറത്ത് ഞാനൊരു ഉപാധി വെച്ചാൽ ഈ തന്ന ജനം എന്നെ പുച്ഛിച്ചു തല്ലും. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് എന്നാ പിന്നെ ഒരു കല്യാണം കൂടി ഇവിടുന്ന് കഴിച്ചു തന്നാൽ കഗതി കുശാലായി എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഒന്നാമത്തെ അവസാനത്തെ കാര്യം കൊണ്ട് ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഔട്ടാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോ കാണുന്നത് ലോകത്തൊരു സംസ്കാരത്തിന് ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ചെയ്തത് ഈ രാജ്യത്തിലെ അടിസ്ഥാന വർഗങ്ങളായ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നവരാണ്. അവർ ഏത് കാസ്റ്റ് ആവട്ടെ, ഏത് പൊളിറ്റിക്സ് ആവട്ടെ, ഏത് എവരാവട്ടെ, ഏത് സംസ്കാരമാവട്ടെ, ഉദാത്തമായിരിക്കുന്ന ഹിന്ദു സംസ്കാരം. മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടു 14 മുസ്ലിങ്ങളിൽ 12 പുരുഷന്മാരും 2 പെണ്ണുകളും. ബാക്കി 10 ആൾക്ക് പെണ്ണുങ്ങളില്ല, കല്യാണം കഴിക്കണ്ടേ. എവിടുന്ന പെണ്ണിട്ട? സൗദി അറേബ്യയിലേക്ക് ഒന്ന് പോകാൻ പറ്റുമോ? ദുബായിലേക്ക് ഒന്ന് പോകാൻ പറ്റുമോ? ഈ നാട്ടിലെ ഹിന്ദുക്കള് നമ്പൂരി, നായര്, കൊശവൻ, ചെട്ടി, പാണൻ, പുലയൻ, ഇങ്ങനെ 73 ജാതിയുണ്ട് നമ്മുടെ നാട്ടിലെ പിന്നോക്കക്കാര്, OBC. അതാണ് ഞങ്ങളുടെ കമ്മീഷൻ. അപ്പോ ഈ നാട്ടിലെ ഈ ജാതി പുലയൻ, പാണൻ, ചെട്ടി, പണയൻ, നായര്, നമ്പൂരി എല്ലാരും അവരെല്ലാവരും വന്നിട്ട് പറഞ്ഞു, 10 ആൾക്ക് ഞങ്ങൾ പെണ്ണ് തരാം. മിനിഞ്ഞാത് വരെ അംബികയായവളുടെ പേര് മാറ്റി ആമിന നാക്കി, ശാരദ ചേച്ചിയുടെ പേര് മാറ്റി റുഖിയ്യാനാക്കി. അതാണ് ഉമർ ഖാദി അറബിയിൽ പാട്ടുപാടിയത്. ആശാരി മൂശാരി വമണ്ണാനു പറയരൂ, വകൊശവാനു ചെട്ടിയോ വനായാടി പാണരൂ.
മുസ്ലിമീങ്ങളെ ഉമർക്കാലി പറയാണ്, എടോ നമുക്ക് ചിലപ്പോ വലിയ ആളുകളായിട്ട് വലിയ ആളാണെന്ന് അഭിമാനിക്കാൻ ചിലപ്പോ ഷോൾഡർ പിടിച്ച് കുലുക്കിയിട്ട് പറയോ, എടോ ഞങ്ങൾ മോശക്കാരല്ല, ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്, ഞങ്ങൾ നാലാൾ അറിയുന്നവരാണ്, ഞങ്ങൾ അന്നെ പോലത്തെ ആൾക്കാരല്ല, ഞങ്ങൾ നാട്ടിലെ പ്രമാണിമാരാണ്. എന്നാ ഉമർക്കാദി പറയുന്നു, എടാ മുസ്ലിമേ, തറവാടിന്റെ ക്രെഡിറ്റ് പറഞ്ഞ് നീ അഭിമാനം കൊള്ളണ്ട. വാസിലൂക്കബിലു, നിന്റെ വാപ്പാന്റെ 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 വാപ്പാ തീയം വനായൊരു ആശാരി മൂശാരി മണ്ണാനു പറയരു കൊശവാനു ചൊട്ടിയോ വനായാടി പാടരൂ. ഈ സദസ്സിൽ വാതികേക്കിരിക്കുന്ന റസൂലുള്ളാന്റെ കുടുംബങ്ങളായ തങ്ങന്മാരല്ലാത്ത എല്ലാ മുസ്ലിങ്ങളും ഈ നാട്ടിലെ നായരുടെ മോനാണ്, നമ്പൂരിയുടെ മോനാണ്, അതേ ഈ നാട്ടിലെ പട്ടികജാതിക്കാരന്റെ മകനാണ്, പുലയന്റെ മോനാണ്, അതേ ഈ നാട്ടിലെ പാണന്റെ മകനാണ്, മുളയന്റെ മകനാണ്, ശാരദയുടെ മകനാണ്, അംബികായുടെ മകനാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ കാണുന്ന തങ്ങന്മാര് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്, റസൂലുള്ളാന്റെ കുടുംബം, അവര് ഈ വർഗത്തിൽപ്പെട്ടതല്ല. അവര് നേരെ മക്കയിൽ നിന്നും യമനിലെ ഹദറമൗത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നവരാണ്. അഹ്ലുൽ ബൈത്ത് മമ്പറത്ത് മറപെട്ട് കിടക്കുന്ന സയ്യിദ് അലവി തങ്ങള്, അദ്ദേഹം യമനിലെ ഹദറമൗത്തിൽ നിന്ന് വന്നതാ. ഉള്ളാളത്ത് മറപെട്ട് കിടക്കുന്ന സയ്യിദ് ഷരീഫുൽ മദനി തങ്ങള് യമനിൽ നിന്ന് വന്നതാ. ഏർവാടിയിൽ മറപെട്ട് കിടക്കുന്ന ഇബ്രാഹിം ബാദുഷാ തങ്ങള് മദീനത്തിൽ നിന്ന് വന്നതാ. ബഹുമാനപ്പെട്ട അജ്മീറിൽ മറപെട്ട് കിടക്കുന്ന ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് പഞ്ചാബ് വഴി പാകിസ്ഥാൻ വഴി കയറിക്കൊണ്ട് ഇന്ത്യയിലേക്ക് കയറി വന്ന മഹാനാണ്. ഇവരൊഴിച്ച് ഭാരതത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും അടിസ്ഥാനപരമായി ഹിന്ദുമതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്തവരുടെ പിൻഗാമികളാണ്. സംശയം വേണ്ട. നമ്മുടെയൊക്കെ വാപ്പാട പേരെന്താന്ന് ചോദിച്ചാൽ, എന്റെ വാപ്പ മുഹമ്മദ്, ഓന്റെ വാപ്പ അബൂബക്കർ, ഓന്റെ വാപ്പ മുഹമ്മദ്, ഓന്റെ വാപ്പ കമ്മദ്, ഓന്റെ വാപ്പ അബൂബക്കർ, ഓന്റെ വാപ്പ കോയക്കുട്ടി, ഓന്റെ വാപ്പ ചേക്കുട്ടി പൂക്കുട്ടി, അപ്പുറത്ത് പറഞ്ഞാൽ അബൂബക്കറിന്റെ വാപ്പ ഗോപാലകൃഷ്ണൻ. ഒരു 40 വാപ്പാട് അപ്പുറത്ത് പോയാൽ സംഗതി ഗോപാലകൃഷ്ണനാ. എന്റെ ഗോപാലകൃഷ്ണന്മാരെ, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും സുഖം ഉണ്ടാവട്ടെ. ആ ഒരു പോളിസിയിലേക്ക് മനുഷ്യനെത്തുകയാണ്. ഇനി അങ്ങനെ അങ്ങോട്ട് മേപ്പോട്ട് പോയാൽ ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ആൾക്കാർ ആരും അന്യരല്ല, പുറത്തല്ല. ക്രിസ്ത്യാനികളാ, അത് നമ്മുടെ ഒരു മൂത്താപ്പാട മക്കളാ. യഹൂദികളോ, അത് അതിന്റെ മേലുള്ള മൂത്താപ്പാട മക്കളാ. ഹിന്ദുക്കളോ, അതൊരു ചോദ്യ. ഹിന്ദു ഒരു മതമാണോ അല്ലേ? തർക്കം ഉണ്ടെങ്കിലും ഞാൻ അടുത്ത ദിവസം ഭഗവത തത്വസമീക്ഷ യജ്ഞം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ. 5000 സന്യാസിമാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. 5000 സന്യാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഔലിയാക്കളുടെ സ്ഥാനാവരിക്കും. 5000 ഔലിയാക്കൾ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ 5000 സന്യാസി പങ്കെടുക്കുക. അപ്പൊ ആ ആശ്രമത്തിന്റെ അധിപൻ ഒരു സ്വാമി, എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഈ പരിപാടി ഒന്ന് കാണാൻ വരണം, പറ്റിയെങ്കിൽ 1 മണിക്കൂർ ഒന്ന് പ്രസംഗിക്കും വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, രണ്ടിനും ഞാൻ തയ്യാറാണ്, കാണാനും വരാം, പ്രസംഗിക്കുകയും ചെയ്യാം. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നു. 5000-ലധികം വരുന്ന സന്യാസിമാരി പങ്കെടുത്ത ആ പരിപാടിയിൽ സ്റ്റേജിൽ എന്നെ കയറ്റി. അവിടെ ഭഗവത്ഗീത വായിച്ചു കൊടുക്കുകയാണ്. ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്യുന്ന സദസ്സാണത്. പരിശുദ്ധ ഖുർആൻ ക്ലാസ് നടത്തുന്ന പോലെയാണ് ഹിന്ദു സമുദായത്തിന് ഗീത. എന്നെ അവിടെ കയറ്റിയിരുത്തി. ഒരു ഐറ്റം അവർ കാണിച്ചില്ല. ഞാനൊരു മതപണ്ഡിതനായി തലയെക്കെട്ടും താടിയൊക്കെ വെച്ചിട്ട് എന്നെ പോയത്. അവിടെ കയറ്റിയിരുത്തി. ആ സ്വാമിമാര് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു, ചായ കൊണ്ടുവന്നു. ആ സ്വാമിമാരുടെ കൈ കൊണ്ട് ഞാനതൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ഞാൻ പോരുന്ന സമയത്ത് ആ സ്വാമിജിയോട് ചോദിച്ചു, ബഹുമാന്യനായ സ്വാമിജി, എനിക്കൊരു കാര്യം അങ്ങയോട് ചോദിക്കാനുണ്ട്. ഒരു ചോദ്യം, അങ്ങയുടെ പക്കം അതിന് മറുപടി ഉണ്ടായാലും. എന്താ ചോദ്യം? ആരാണ് ഹിന്ദു? ആരാണ് ഹിന്ദു? സ്വാമിജി എന്നോട് പറഞ്ഞത് അമ്പലത്തിൽ പോകുന്നവനാണ് ഹിന്ദു എന്നല്ല. എന്നോട് സ്വാമി പറഞ്ഞു, നിങ്ങൾ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഹിന്ദു, മറ്റാള് ജോർജ് തോമസ് ഹിന്ദു, ഇയാൾ ഗോപാലകൃഷ്ണൻ ഹിന്ദു,
ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഈ ഭൂപ്രദേശത്തിന്റെ ഇടയിൽ വസിക്കുന്ന സകല മനുഷ്യർക്കും വിളിക്കുന്ന പേരാണ് ഹിന്ദു. അത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ജാതി മതവർഗങ്ങളും എല്ലാ മനുഷ്യരും ഹിന്ദുക്കളാണ്. അപ്പൊ മുസ്ലിമായ ഹിന്ദു, ഹിന്ദുവായ ഹിന്ദു, ക്രിസ്ത്യാനിയായ ഹിന്ദു, കമ്മ്യൂണിസ്റ്റുകാരനായ ഹിന്ദു, നിരീശ്വരവാദിയായ ഹിന്ദു, അങ്ങനെ പല ഹിന്ദുക്കളും എല്ലാ ഹിന്ദുവാണ്. ആ സ്വാമി എന്നോട് പറഞ്ഞു. എന്നാൽ സ്വാമിജിയുടെ അർത്ഥം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഞാൻ ഒന്നുകൂടി നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ നോക്കുകയാണെങ്കിൽ ആരാണ് ഈ ഹിന്ദുക്കള്? ഞാൻ പറഞ്ഞല്ലോ, മൂസാ നബിയുടെ അനുയായികളാണ് യഹൂദികൾ, ഈസാ നബിയുടെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ, ഇബ്രാഹിം നബിയുടെ അനുയായികളാണ് ഹിന്ദുക്കൾ. തെളിവുണ്ട്, വെറുതെ പറഞ്ഞതല്ല. ഇബ്രാഹിം നബിയുടെ അനുയായികളാ ഹിന്ദുക്കൾ. ഇബ്രാഹിം എന്ന പേര് അറബിയല്ല എന്ന് എല്ലാ മുസ്ലിയാക്കന്മാർക്കും അറിയാം. ഇബ്രാഹിം എന്ന പേര് അറബിയല്ല. അതേത് പേരാ? അതേത് ഭാഷയാ? പേർഷ്യൻ ഭാഷയാ. പേർഷ്യ എന്ന് പറഞ്ഞ ഏതാ? ദുബായും അബുദാബിയും റാസൽ ഖൈമയും ഒന്നും പേർഷ്യയിൽ പെട്ടതല്ല. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ, ഇറാഖ്, ഇറാൻ, ഇറാഖ്, ഇത് രണ്ടും കൂടുമ്പോഴാണ് പേർഷ്യ ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബി ജനിച്ച രാജ്യം ഇറാഖിലെ ബാബിലോണാണ്. 5000 കൊല്ലം മുമ്പ് ഇറാഖിലെ ബാബിലോണിൽ നിന്ന്, മധ്യേഷ്യയിൽ നിന്ന് കയറി വന്നവരാണ് ഈ രാജ്യത്തെ സവർണർമാർ എന്ന് പറയുന്ന ആര്യന്മാർ. ഇബ്രാഹിം നബിയുടെ ശിഷ്യന്മാരാണ് ആര്യന്മാർ, സവർണർമാർ. ഇനി തെളിവ്, നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുടെ ആരാധനാലയമായ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുടെ പ്രധാന ആരാധന എന്താ? ക്ഷേത്രത്തിലെ പ്രധാന ആരാധന എന്താ? പ്രദക്ഷിണം. ഗുരുവായൂർ അമ്പലമായാലും, അതുപോലെ തന്നെ സ്വാമി അയ്യപ്പന്റെ അമ്പലമായാലും, തിരുപ്പതി ആയാലും, അതുപോലെ തന്നെ മധുര ആയാലും, അതുപോലെ തന്നെ മറ്റ് ഏത് അമ്പലമായാലും ആ ക്ഷേത്രത്തിലെ പ്രധാന ഇബാദത്ത്, ആരാധന എന്താണ്? പ്രദക്ഷിണ. എന്നാൽ മുസ്ലിമീങ്ങൾ പ്രദക്ഷിണം വെക്കുന്നൊരു ഏകമുണ്ട്. ഇന്നവല ബൈത്തിൻ വലിയലിന്നാസിലല്ലദീ ബിബക്കത മുബാറക. മോനെ, ലോകത്താദ്യമായി ഉണ്ടാക്കപ്പെട്ട അമ്പലം, ലോകത്താദ്യത്തെ പള്ളി, ലോകത്താദ്യത്തെ ചർച്ച് എവിടെയാണത്? സൗദി അറേബ്യയിലാണ്, മക്കയിലാണ്. പരിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. ഭൂമിയിൽ മനുഷ്യവർഗത്തിന് ആരാധിക്കാൻ വേണ്ടി അല്ലാഹ് പണിത ആദ്യത്തെ അമ്പലം, പള്ളി, ചർച്ച്, അത് വിശുദ്ധമായ കഅബയാണ് കേട്ടോ. ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി ചെല്ലുന്ന നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത്? കഅബത്തിന്റെ അടുത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ആരാധന തവാഫാണ്. അറബിയിലെ തവാഫ്, മലയാളത്തിൽ പ്രദക്ഷിണമാണ്. ഈ തവാഫിനെ ഏകീകരിക്കപ്പെട്ട പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിനെ അല്ലാഹ് ബഹുമാനിച്ച മഹാനാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞു കിടക്കുന്ന കല്ല് പരിശുദ്ധ കഅബാലയത്തിന്റെ മുമ്പിൽ സ്വർണ്ണക്കൂട്ടിലിട്ടിട്ട് ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞു കിടക്കുന്ന കരിങ്കല്ല് സ്വർണം പൂശി വെച്ചിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ, അത് മഖാമു ഇബ്രാഹിം മുസല്ല. തവാഫ് ചെയ്ത് കഴിഞ്ഞ് ഏത് വിശ്വാസിയോ ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞു കിടക്കുന്ന കല്ലിന്റെ നേരെ പിന്നിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കണം കേട്ടോ. ഇന്ന് കാണുന്ന തവാഫിനെ ഏകീകരിക്കപ്പെട്ടത് ഇബ്രാഹിം നബിയാണ്. തവാഫ് ചെയ്യുമ്പോൾ വേറെയും നിബന്ധനകളുണ്ട്. ഇഹ്റാം കൊണ്ട് നിയ്യത്ത് ചെയ്ത ആള് തവാഫ് ചെയ്യുമ്പോ ഷർട്ട് ധരിക്കാൻ പാടില്ല. അമ്പലത്തിൽ കയറുന്നവന് ഷർട്ട് ധരിക്കാൻ പാടില്ല. എന്നാൽ അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുന്ന ജാതികള് പൂനൂല് ധരിക്കുന്ന ഒരേർപ്പാട് നിങ്ങൾ കണ്ടിട്ടില്ലേ? പരിശുദ്ധ കഅബാലയത്തിൽ നടക്കുന്ന തവാഫിന്റെ, ഉംറയുടെയോ ഹജ്ജിന്റെയോ തവാഫാണെങ്കിൽ ആദ്യത്തെ 3 തവാഫിൽ ഇൽത്തിബാഇ സ്വീകരിക്കൽ സുന്നത്താണ്. എന്താണ് ഇൽത്തിബാഅ്? ഇൽത്തിബാഅ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ജാതിക്കാര് ധരിക്കുന്ന പൂനൂല് പോലെ, മേൽമുണ്ട് പോലെ വസ്ത്രം മടക്കിട്ട് പൂനൂലിടുന്ന പോലെ ഇട്ടിട്ട് കഅബത്തിന്റെ മുമ്പില് 3 തവാഫ് ചെയ്യണം. അത് സുന്നത്താണ്.
ഇന്ന് സവർണ വിഭാഗത്തിൽ കൊണ്ടുപോയി നടക്കുന്നത്. ഇബ്രാഹിം എന്ന പേര് അബ്രഹാമിൽ നിന്നുണ്ടായതാണ്. അബ്രഹാം എന്ന പേര് ബ്രാഹ്മണിൽ നിന്നുണ്ടായതാണ്. ഇബ്രാഹിം അബ്രഹാം ബ്രഹ്മണ, ഇബ്രാഹിം അബ്രഹാം ബ്രഹ്മണ. ആരും അന്യരല്ല. നമ്മുടെ എളാപ്പാട മൂത്താപ്പാട മക്കളാണ് യഹൂദികളും ക്രിസ്ത്യാനികളും. പക്ഷെ തമ്മിത്തല്ല എന്നൊരു കുഴപ്പമേ ഉള്ളൂ. അത് പേട്ടനും വാപ്പയും ഈ മക്കളും അടിയില്ലേ? പുറത്തല്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നവരാ മുസ്ലിങ്ങള്, ഈസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നവരാ മുസ്ലിങ്ങള്, ഇബ്രാഹിം നബിനെ അംഗീകരിക്കുന്നവരാ മുസ്ലിങ്ങള്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലുള്ള എല്ലാ നബിമാരെയും അവർ കൊണ്ടുവന്ന വിശ്വാസത്തെയോ ആ സംസ്കാരത്തെ മുഴുവൻ അംഗീകരിക്കുന്നു. ഇതിലും വലിയൊരു മതസൗഹാർദ്ദം വേറെ ഏതുണ്ട്? ഈ മുസ്ലിങ്ങളാണോ തീവ്രവാദി? ഈ മുസ്ലിങ്ങളാണോ ഭീകരവാദി? കഥയറിയാതെ ആട്ടം കാണുക. ചരിത്രത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ ഇസ്ലാം തീവ്രവാദമാണെന്ന് പറയാൻ ഹിന്ദുവിനാവില്ല. കാരണം ഹിന്ദു നമ്മുടെ ഏറ്റവും വലിയ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ശിഷ്യന്മാരാണ്. ക്രിസ്ത്യാനിക്കാവില്ല. നമ്മുടെ മൂത്താപ്പയായി വരുന്ന ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ ശിഷ്യന്മാരാണ്. യഹൂദികൾക്കാവില്ല. കാരണം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാരാ, അനുയായികളാണ്. ചരിത്രം അങ്ങനെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ റസൂലുള്ളാന്റെ പേരെന്നെ കൽക്കി അവതാരം പറഞ്ഞത് മുഹമ്മദ് ഇദിഖ്യാദ ശിഷ്യസാഗ സമന്വിത നിർഭാഞ്ചേവ മഹാദേവ മരുസ്ഥല നിവാസിന ലിംഗച്ഛേദ ശിഖാഹീന ശ്രുമസധാരി സദൂഷക. മുഹമ്മദ് എന്നല്ലേ പ്രവാചകനെ പറ്റി പറയുന്നത്? മുഹമ്മദ് നബിയുടെ പേര് മുഹമ്മദ് എന്നാ പറയുന്നത്. സംസ്കാരങ്ങളൊന്നാ, കാനന്നാസ് ഉമ്മത്തം വാഹിദ. പരിശുദ്ധ ഖുർആൻ പറയുന്നു മനുഷ്യന്മാരെ കൊന്ന പിന്നീട് വ്യത്യസ്ത ഗോത്രങ്ങളും സമുദായങ്ങളൊക്കെ ആയിട്ട് വേർപെട്ടു പോയതാ. കാലം നമ്മളെ അകറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഹിന്ദുക്കള്, പ്രിയപ്പെട്ട ക്രിസ്ത്യാനികള്, പ്രിയപ്പെട്ട മതചിന്താഗതിക്കാര്, മതമില്ലാത്തവര്, അവരെയും നമ്മൾ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നില്ല. ഖുർആൻ വിളിച്ചു പറഞ്ഞത് മതമില്ലാത്തവരോടൊന്നും കൊല്ലണം എന്നല്ല. ഹിന്ദുക്കളെയൊക്കെ കൊല്ലണമെന്ന് ഖുർആനിലില്ല, ക്രിസ്ത്യാനികളെ കൊന്നുകളയണമെന്ന് ഖുർആനിലില്ല, യഹൂദികളെ കൊന്നുകളയണമെന്ന് ഖുർആനിലില്ല. അവരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കണമെന്നാ ഖുർആനിലുള്ളത്. നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിനും ഞങ്ങൾ ആരാധിക്കുന്നില്ല, പക്ഷേ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് നിങ്ങളുടെ മതം. അതാണ് യഥാർത്ഥ മതേതരത്വം, അതാണ് യഥാർത്ഥ ജനാധിപത്യം, അതാണ് യഥാർത്ഥ സോഷ്യലിസം. അത് ഇസ്ലാം ലോകത്ത് കാഴ്ചവെച്ചു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യുഗത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. കുമാരനാശാൻ 921 മലബാർ കലാപം നടക്കുന്ന സമയത്ത് ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ദുരവസ്ഥ. ആ ദുരവസ്ഥയിൽ ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ ആളാ കുമാരനാശാൻ. പക്ഷെ അദ്ദേഹം ആലപ്പുഴയിൽ ഇരുന്ന് എഴുതിയ പുസ്തകം അത്. മലപ്പുറത്ത് പോയി കണ്ടിട്ടല്ല എഴുതിയത്. ആരോ പറഞ്ഞുകൊടുത്ത ചില ചരിത്രം കേട്ട് എഴുതി വെച്ചതാ. പിന്നീട് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങുകയും മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ദുരവസ്ഥ എഴുതിയതിന്റെ പേരില്. അങ്ങനെ വിമർശിക്കാൻ വേണ്ടി എഴുതിയ ആ ദുരവസ്ഥയില് നിങ്ങൾ വായിച്ചു നോക്കിയാ കാണാ ഇസ്ലാം മതം 14 കോടി എങ്ങനെ ഉണ്ടായി. മുസ്ലിങ്ങൾ വരുന്നതിന്റെ 500 കൊല്ലം മുമ്പേ, മാലിക് ദീനാറും പാർട്ടി ഇവിടെ പള്ളിണ്ടാക്കുന്നതിന്റെ 500 കൊല്ലം മുമ്പേ സെന്റ് അന്തോണീസ് പുണ്യവാളനും കൂട്ടരും ഇവിടെ ക്രിസ്തുമത പ്രചരണം നടത്തി. ഇന്ത്യയിലെ ക്രിസ്ത്യാനി 4-5 കോടി മാത്ര. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 14.6 കോടിയാ. എങ്ങനെ വന്നു ഇത്ര വലിയൊരു ജനറേഷൻ? ചില ആളുകൾ അവിടെ സംശയിച്ചു പോയത് മുസ്ലിങ്ങളൊക്കെ ഇഷ്ടം പോലെ പെണ്ണ് കെട്ടി മക്കളെ ഉണ്ടാക്കുന്ന ആൾക്കാരാ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇന്നാൾ പ്രസംഗിക്കുക ഒരു സ്ഥലത്ത്, എങ്ങനെ ഈ വിറ്റങ്ങൾ കൂടുതലില്ലാതിരിക്കുക? ഓരോ രാജ്യന്മാരും മൊയ്ലിയന്മാരും 4-5 ഒക്കെ കെട്ടിയിരിക്കുക, ഓരോന്നിലും 10-15 മക്കള്. ഒരു പാർലമെന്റ് ഇലക്ഷന് നിന്നാൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ മാത്രമുള്ള കുട്ടികൾ ഓരോരുത്തർക്കും ഉണ്ട്. നിങ്ങളൊരു സർവേക്ക് തയ്യാറാവണം, നിങ്ങളൊരു നിഷ്പക്ഷമായ സർവേക്ക് തയ്യാറാവണം. ഈ സമുദായത്തിൽ എത്ര ആള് ബഹുമാനിത്വം സ്വീകരിച്ചവരുണ്ട്? വേണമെങ്കിൽ ഇവിടെ തന്നെ നടത്താം, ചലഞ്ച് ബൈ ചലഞ്ച് ഇവിടെ വേണമെങ്കിൽ നടത്തി കളയാന്ന്. ഈ സർവേ മണ്ണാൻ കട്ടാന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാരെ മാത്രം പോക്കറ്റിൽ കുത്തക എന്നല്ല. ഇതിപ്പോ സർവേ എന്ന് പറഞ്ഞ് വലുതാക്കുന്ന പോലെ നല്ല സംഗതി. ചെറിയ ഭാര്യ വെച്ച് ഒരു നോട്ട് പുസ്തകവും ഒരു പേനയുണ്ടായാലും ഇവിടെ ഒരു ചരട് കെട്ടുക. വയല് കഴിഞ്ഞ് പോകുമ്പോ പറയാം ആണുങ്ങളൊക്കെ ഒരു വഴി, പെണ്ണുങ്ങളൊക്കെ ഒരു ലൈൻ. ഇറങ്ങുമ്പോ ചോദിക്കാം പേരെന്താ? മുഹമ്മദ്. വയസ്സ് എത്രയാ? 54.
കുട്ടികളെത്ര? 3. ഭാര്യ എത്ര? 1. അടുത്ത ആളെ വിളിക്ക്. പേരെന്താ? അബൂബക്കർ. വയസ്സെത്ര? 45. കുട്ടികളെത്ര? 5. ഭാര്യ എത്ര? 1. ഈ ഒരുമിച്ച് കൂടിയ മജ്‌ലിസിലെ 2% ആളുകൾ പോലും ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചവരില്ല എന്ന് ഏത് അതോറിറ്റിയുടെ മുമ്പിൽ നമുക്ക് വെല്ലുവിളിയോടെ പറയാനുണ്ട്. ഈ രാജ്യത്ത് ഏറ്റവും അധികം ബഹുഭാരിത്വം സ്വീകരിച്ചവര് സവർണവർഗത്തിലാണ്. 6.2 ആധുനിക ഇന്ത്യയുടെ ചരിത്രമാണ് അത് കണക്കാണത്. 6.2% ആളുകള് ബഹുഭാരിത്വം സ്വീകരിച്ചവര് സവർണന്മാരുടെ ഇടയിലാണ്, മുസ്ലിങ്ങളുടെ ഇടയിലല്ല. പിന്നെ ഈ സമുദായത്തിൽ ആളുണ്ടാവാനുള്ള കാരണം അത് കുമാരനാശാന്റെ അധ്യായം വായിച്ചു നോക്കിയാൽ കാണാം. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടത് ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനത്തി ചാരത്തിടുന്നിട ചുറ്റും പേടിക്കണ്ട നമ്പൂരാരെ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ ചട്ടില്ലാത്തോ തമ്മിലുള്ള തെരിങ്ങിന് ഒട്ടല്ല ഹോജാതി കോമരങ്ങൾ ആട്ടും വിലക്കും വഴി ആട്ടും മറ്റുമി കൂട്ടർ സഹിച്ചീറ്റോടിമുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയായിട്ടാണ് കെട്ടുകഴിഞ്ഞ നമ്പൂരി മതം. കുമാരനാശാമ്പാടി കേരളത്തിങ്കൽ മുസൽമാൻ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകാടലിൽ ചീറും തിരകൾ കടന്നോറി മലയ മേറിയ വന്നവരേറെയില്ല. കാലകുമാരനാശാൻ ഫീ കിതാബി ദുരവസ്ഥ മൂപ്പര് പറയാ. എന്താ പറയണത്? ചീറും തിരകൾ കടന്നോരി ഹിമാലയമേറിയ വന്നവർ ഏറെയില്ല. ഹിമാലയ പർവ്വതം ചാടിക്കടന്ന് അറബിക്കടലിന്റെ തിരമാലകൾ ഭേദിച്ച് ഇവിടെ മതപ്രചരണത്തിന് വന്നവർ ഏറെയില്ല. 14 ആളെയുള്ളൂ. പിന്നെ ഇവിടെ എന്താ നടന്നത്? ഇസ്ലാം മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഇവിടെ വല്ല യുദ്ധം നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കുമാരനാശാന്റെ ദുരവസ്ഥ അക്കട്ട് പറയും. കുമാരനാശാൻ എഴുതി ഈ രാജ്യത്തെ മുസ്ലിങ്ങള് ഇത്ര വലിയ ജനസംഖ്യ അതിന്റെ പിറകില് പെണ്ണുകെട്ടിയതല്ല, സന്താനോത്പാദനമല്ല, ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടു പിന്നാക്ക വർഗങ്ങള്, ഐക്യം പ്രഖ്യാപിച്ചവര്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യപ്പെട്ടവര്, അവർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കയറി വന്നു. എങ്ങനെയാ വന്നത്? എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ചെറുമൽ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനെത്തി ചാരത്തിടുന്നിട ചുറ്റും പേടിക്കണ്ട നമ്പുരാരേ. മിനിഞ്ഞാന് വരെ സവർണത്തമ്പുരാനെ കാണുമ്പോ 42 അടി അപ്പുറത്ത് മാറി നിന്ന് തലയെ കെട്ടയിച്ച് കക്ഷത്ത് വെച്ച് നിൽക്കേണ്ട ചെറമച്ചക്കൻ തൊപ്പിയിട്ട് മുസ്ലിമായി വന്നാൽ കുമാരനാശാൻ പറയാണ് ചുറ്റും പേടിക്കണ്ട നമ്പുരാരേ. ആ ചെറമച്ചക്കന് ആദ്യാരുടെ കൈ പിടിക്കാം, വലിയാരുടെ കൈ പിടിക്കാം, തങ്ങളുപ്പാപ്പാടടുത്തുക, പള്ളിയിലെ ഇമാമാവാ, പള്ളിയിലെ ഖത്തീബാവാ, പള്ളിയിലെ മുസ്ലിയാരാവാ. ഇന്നലെ ചെറമനായവൻ ഇന്ന് മുസ്ലിയാരായി പള്ളിയുടെ മെമ്പറയിൽ ഖുത്ബ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന മതമാണ് ഇസ്ലാം. മൈക്കിൾ ജാക്സൺ ഇസ്ലാമായി. നമ്മൾ പണം കൊടുത്തിട്ടാ? മൈക്കിൾ ജാക്സൺ ആരാ? 400 ആള് ലോക കോടീശ്വരന്മാരുടെ 400 ആളുടെ പേരെടുത്ത് നോക്കുമ്പോ അതിൽ 300 ചില്ലാനത്തിൽ പെടുന്ന ആളാ മൈക്കിൾ ജാക്സൺ. ഒരു പ്രോഗ്രാമിന് $2 കോടി പ്രതിഫലം വാങ്ങിക്കുന്ന ലോകം കണ്ട ഏറ്റവും വലിയ കലാകാരനാണ് മൈക്കിൾ ജാക്സൺ. ഒരു ദിവസം അദ്ദേഹത്തിന് ജയിലിലടച്ചു ഒരു ലൈംഗിക ആരോപണ കുറ്റത്തിന്റെ പേരിൽ. ജയിലിൽ കിടക്കുന്ന ജാക്സന് വിശുദ്ധ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ കോപ്പി വായിക്കാൻ കിട്ടി. ആ ജയിലിൽ കിടന്ന് വായിച്ച ഖുർആൻ ജാക്സന്റെ ഹൃദയത്തിൽ ഹിദായത്ത് നൽകി. ആ ഖുർആൻ വായിച്ച ജാക്സൺ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ പറഞ്ഞു, ഞാൻ ഇസ്ലാമാവാൻ. മുസ്ലിമായി ജാക്സൺ. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് അബ്ദുൽ അസീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന കാഷസ് ക്ലേ ആള് ക്രിസ്ത്യാനിയായിരുന്നു. 3 വട്ടം ലോക ഹെവി ബോക്സിംഗ് ചാമ്പ്യനായ കാഷസ് ക്ലേ, അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ മുഹമ്മദ് അലി കാഷസ് ക്ലേ എന്നാണ്. മുഹമ്മദ് അലി ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന അമേരിക്കയിൽ ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണ്. അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, പണം കൊടുത്തിട്ടല്ല. 32 കൊല്ലം യൂറോപ്പിൽ പള്ളിയിലെ ബിഷപ്പായിരുന്ന ദീദാദ്, നിങ്ങൾ കേട്ടു കാണും. ദീദാദ് വലിയ പ്രഭാഷകനായിരുന്നു. ദീദാദ് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. ഗൾഫ് നാടുകളിൽ സ്ഥിരമായി വായു പറയാൻ വരുന്ന ആളായിരുന്നു ദീദാദ്. 32 കൊല്ലം പള്ളിയിലെ ബിഷപ്പായിരുന്നു. അരമനയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ആ ബിഷപ്പ് ഇസ്ലാമിലേക്ക് കയറി വന്നു. ഒരു കയ്യിൽ ഖുർആനും മറ്റേ കയ്യിൽ ബൈബിളുമായി അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. ഇസ്ലാം ഭീകരവാദമല്ല, അഹമ്മദ് ദീദാദ് എന്ന് പേര് സ്വീകരിച്ചു. നമ്മൾ പണം കൊടുത്ത് ആളെ മാറ്റിയതല്ല ഈ കോലം.
ആളുകളുടെ കൽബിലേക്ക് ഹിദായത്ത് വരുമ്പോ, ഇസ്ലാമിന്റെ ആദർശം കാണുമ്പോ ആളുകൾ സ്വയമേ ഇസ്ലാമിലേക്ക് വരികയാണ്. ഗുജറാത്തുകൾ ആവർത്തിക്കപ്പെടുമ്പോ, ഇറാഖുകൾ ആവർത്തിക്കപ്പെടുമ്പോ, ഇറാനികൾ ആവർത്തിക്കപ്പെടുമ്പോ, ചെച്ചനിയയും ബോസ്നിയയും ഫിലസ്തീനും കാശ്മീരും ആവർത്തിക്കപ്പെടുമ്പോൾ ഈ സമുദായത്തിന്റെ ജനറേഷന് കോട്ടം സംഭവിക്കാത്തത് ആളുകൾ കൂട്ടത്തോടെ ഇപ്പോഴും ഇസ്ലാമിലേക്ക് കയറി വരികയാണ്. അത് നമ്മളാരും എന്ന് പറഞ്ഞിട്ടൊന്നല്ല. ഇങ്ങനെ വയത് കേട്ടിട്ട് ഒരാള് ഇവിടെ വെച്ച് ഞാനിതാ മതം മാറി എന്ന് പറഞ്ഞ് മതം മാറ്റം നടത്തുന്നില്ല. നമ്മൾ പറയുന്നു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു ശരീരത്തിനോടും അതിന്റെ പരിധിയിൽപ്പെടാത്ത അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. മനസാക്ഷി അനുസരിച്ച് സത്യം ബോധ്യപ്പെട്ട് മനസ്സാൽ വന്ന് പറഞ്ഞാൽ മാത്രമേ അവൻ വിശ്വാസിയാവുകയുള്ളൂ. അതാണ് ഇസ്ലാം. അങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടി ലോകം മുഴുവൻ ഇസ്ലാം ആക്കണമെന്ന് നമുക്ക് കൽപ്പനയില്ല. എന്നാൽ കുറച്ച് മുസ്ലിം കുട്ടികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ഈ സമയത്ത് നമ്മൾ എന്തൊക്കെയോ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ചിലവർക്കൊരു ധാരണ, നമ്മൾ ആൾക്കാരെ കൂട്ടത്തോടെ അവിടെ മറ്റാൾ കൊന്നു. വേറെ ചില ആളുകൾ പറയുന്നു അമേരിക്ക നമ്മുടെ ആളുകളെ ചുട്ടരിച്ചു കൊല്ലുന്നു, നമ്മുടെ സഹോദരിമാരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒക്കെ ശരിയാ. അപ്പൊ മുസ്ലിയാരെ നമ്മളിങ്ങനെ ഭയന്ന് പറഞ്ഞ് നടന്നാൽ പോരല്ലോ. നമ്മളും വേണ്ടേ ഒരു 4 പിച്ചാത്തിയും 2 ബോംബും 4 RDXും 4 തോക്കും ഒരു AK-47 ഒക്കെ ഉണ്ടാക്കി വെക്കണ്ടേ? ഹട്ടിച്ചോനെ 2 കൊടുക്കാതിരുന്ന എക്കാലത്ത് ഭയന്നും പറഞ്ഞ് നടന്നാൽ സംഗതി മതിയാവോ? പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ, ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോയ്ക്ക് നിരക്കാത്ത നിരുത്തരവാദിത്തപരമായ ഒരു ആദർശമാണ് ഞങ്ങളുടെ കൽബിൽ വന്നിരിക്കുന്നത്. ഒരു തിരിച്ചടിയാണ് ഇസ്ലാമിന്റെ ആഗ്രഹമായിരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ യലാപ്പയായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊന്ന് ആ കൊടലെടുത്ത് കഴുത്തിലിട്ട് ആ കരട് ചവച്ചു തെറ്റി അല്ലാഹുവിന്റെ റസൂലിന്റെ യലാപ്പയുടെ ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞ്, യലാപ്പയുടെ വായിലെ പല്ലടിച്ചു കൊടിച്ചു കളഞ്ഞ്, യലാപ്പയുടെ കൈകാലുകൾ ഉണ്ണിപ്പിണ്ടി വെറുക്കുന്നത് പോലെ മുറിച്ച് കൊത്തിക്കൂട്ടപ്പെട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ യലാപ്പയുടെ മയ്യത്ത് ഖബറടക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കൊണ്ടുവന്ന റസൂലുള്ളാഹിന്റെ മുമ്പിൽ അങ്ങ് കിടത്തിയപ്പോ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ജനാസ കണ്ടപ്പോൾ കൊടല് പുറത്താണ്, കണ്ണ് പുറത്താണ്, തലച്ചോറ് വാരി വിതറപ്പെട്ടിരിക്കുകയാണ്, പല്ലടിച്ചു കൊടിച്ചിരിക്കുകയാണ്, നാക്ക് വലിച്ചു പിഴുതെടുത്ത് കളഞ്ഞിരിക്കുകയാണ്, കൊടല് പുറത്താണ്, കരട് ചവച്ചു പുഷ്ടപ്പെട്ടിരിക്കുകയാണ്. വിരൂപമാക്കപ്പെട്ട മയ്യത്ത് കണ്ടപ്പോൾ റസൂലുള്ള വിതുമ്പിപ്പോയി. അവരെന്ന് വിളിച്ചു പറഞ്ഞു, യാ അമ്മി യാ ഹംസ യാ കാശിഫൽ കർബ. എന്റെ യലാപ്പയായ ഹംസ, ആരാണ് ഈ കുലദ്രോഹം അങ്ങയോട് ചെയ്തു പോയത്? അല്ലാഹുവിന്റെ റസൂല് നിലവിളിച്ചു പോയ, കരഞ്ഞുപോയ ദയനീയമായ രംഗമാണ് ഉഹദിൽ നടന്നത്. ആ യലാപ്പയായ ഹംസത്തിനെ കൊന്ന വഹ്ശി, എളാപ്പാടെ കരട് ചവച്ചു തുപ്പിയ 4ാം കിടപ്പെണ്ണ് ഹിന്ദ്, അവള് 2ആളും കൂടി വരിക്ക് മദീനയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് മാപ്പ് തരണം നബിയേ. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ ഒരൊറ്റ വെടി 2 3 ഗാന്ധി ഹർറമയ്യത്ത ഹരേ ശ്രീരാം കി ജയ്. ഗാന്ധി വിരളാമന്ത്രത്തിന്റെ ഉമ്മറത്ത് പിടഞ്ഞു മരിച്ചു. വെടിവെച്ചു കൊല്ലുക ചെയ്തത്. ഒരർത്ഥത്തിൽ വെടിയേറ്റ് മരിക്കുന്നത് ധീരമരണമാണ്. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ കഴുമരത്തിൽ കിടക്കുമ്പോ വിളിച്ചു പറഞ്ഞത്, അമേരിക്കയുടെ പാവ ഗവൺമെന്റ് ചോദിച്ചു, അവസാനമായിട്ട് സദ്ദാമിന് വല്ലതും പറയാനുണ്ടോ? സദ്ദാമിന് പറയാണ്ടായിരുന്നത് എന്നെ വെടിവെച്ചു കൊല്ലണം, തൂക്കിക്കൊല്ലരുത് എന്ന, അത് ധീരമരണ, വെടിയേറ്റ് മരിക്കുക എന്നുള്ളത്. മഹാത്മാഗാന്ധി ധീരമരണം പ്രാപിച്ച ധീരനായിരിക്കുന്ന ഭാരതത്തിന്റെ പ്രിയങ്കരനായിരിക്കുന്ന രാഷ്ട്രപിതാവാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് തങ്ങളെ കൊന്ന, ആ കരളെടുത്ത് ചവച്ചു തുപ്പിയ, അവിടുത്തെ ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞ അതേ വഹ്ശിയും ഹിന്ദും കൂടി അഷ്റഫുൽ ഖൽഖ് ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ എലി വിറക്കുന്ന പോലെ വിറച്ചു വന്നിട്ട് പറയാ, മുഹമ്മദേ, ഞങ്ങൾ അബദ്ധം ചെയ്തതാ, മാപ്പ് തരണം. ഇന്നത്തെ വാർത്താ മീഡിയകളിൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്താ? കരുണാനിധി പറഞ്ഞിരിക്കുന്നു LTT ഭീകര സംഘടനയാണ്, ഏതാണോ ശരിയെന്നറിയില്ല. ഒരിക്കൽ പറഞ്ഞു ആണ്, ഇപ്പൊ പറഞ്ഞു അല്ല, ഒരിക്കൽ പറഞ്ഞു ശരി. ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നു, പുലികളുടെ നേതാവായിരിക്കുന്ന പ്രഭാകരൻ ഭീകരവാദിയല്ല. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ
ബെൽറ്റ് ബോംബ് വെച്ചുകൊണ്ട് നിഷ്കാസനം കൊലപ്പെടുത്തപ്പെട്ട ഒരു ഭീകര സംഘടനയാണ് LTTE. ആ കാര്യത്തിൽ ലാ ശക്ക വലാ റൈബ ഖത്അൻ ഖത്അ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ബെൽറ്റ് ബോംബ് വെച്ചുകൊണ്ടുവന്ന സംഘടനയാണ്. അത് ഭീകരവാദിയല്ല എന്ന് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? രാജീവ് ഗാന്ധിയുടെ ശരീരം പെട്ടെന്ന് കഷ്ടമാക്കപ്പെട്ടത് LTTEയുടെ ബെൽറ്റ് ബോംബ് കൊണ്ടാണ്. മഹാനായിരിക്കുന്ന ഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയെ നമ്മൾ കൊന്നു. പകരം അള്ളാന്റെ റസൂലിന്റെ എളാപ്പാനെ വെറുതെ ഒരു വാളുകൊണ്ട് വെട്ടിക്കൊല്ലല്ല ചെയ്തത്. കൊടല് വലിച്ചു പുറത്തിട്ട് ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞു, കരള് ചവച്ചു തിന്നു, കുറച്ച് തുപ്പി, കൊടലെടുത്ത് മാലിട്ടിട്ട് ഹിന്ദ് ഹംസത്തിന്റെ തലങ്ങ് മുറിച്ചെടുത്തു കയ്യില്. എന്നിട്ട് കയ്യിലുള്ള കടാര കൊണ്ട് തലച്ചോറങ്ങ് ചൊരണ്ടി ഉള്ളു കൈയിട്ട് തലച്ചോറ് മാന്തിക്കളഞ്ഞു. തിരിച്ചു പിടിച്ചപ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തല ഒരു പാത്രം പോലെയായി. എന്നിട്ട് ഹിന്ദ് അലറി വിളിച്ചു, ഒരു കുപ്പി കല്ല് കൊണ്ടുവാ, എനിക്ക് ഹംസയുടെ തലയിൽ കല്ല് പാർന്നു കുടിക്കണം. അത്ര വലിയ ധിക്കാരം കാണിച്ച ആ പെണ്ണ് അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിൽ വന്ന് പറഞ്ഞു, എനിക്ക് മാപ്പ് തരുമോ മുഹമ്മദേ? കൊടുക്കണോ മോനെ? അള്ളാഹുവിന്റെ റസൂൽ എന്തേ ചെയ്തത്? അള്ളാഹുവിന്റെ റസൂല് വശിയോട് പറഞ്ഞു, മോനെ വശീ, എന്റെ പ്രിയപ്പെട്ട എളാപ്പാനെ ചാട്ടുളി എറിഞ്ഞുകൊണ്ട് കൊന്നവൻ നീയാണ്. എന്റെ എളാപ്പയുടെ കരള് ചവച്ചു തുപ്പിയവൾ നീയാണ്. എനിക്കറിയാം. അള്ളാന്റെ റസൂല് പറയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ നിരുപാധികം മാപ്പ് തന്നിരിക്കുന്നല്ലോ. കാരണം വൽഉദുറു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു. ഇസ്ലാം മാപ്പിന്റെ മതമാണ്, സൗഹാർദ്ദത്തിന്റെ മതമാണ്, വിട്ടുവീഴ്ചയുടെ മതമാണ്, സഹനത്തിന്റെ മതമാണ്. അടിച്ചവനെ തിരിച്ചടിക്കേണ്ട മതമല്ല ഇസ്ലാം, പ്രതികാരം നടത്തേണ്ട മതമല്ല ഇസ്ലാം. ഖുർആനിൽ അല്ലാഹു പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയേ, ലോകത്തിലുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും BJP-ക്കാർക്കും RSS-കാർക്കും ഇസ്രായേൽക്കാർക്കും അമേരിക്കക്കാർക്കും ബജറംഗദളുകാരനും അതുപോലെ തന്നെ LTTE-കാരന്, എല്ലാ ഭീകരവാദികൾക്കും, എല്ലാ നന്മയിടവാദികൾക്കും, എല്ലാ ജന്തുജീവജാലങ്ങൾക്കും, എല്ലാ അചേതന സചേതന വസ്തുക്കൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ നിങ്ങളെ പറഞ്ഞയച്ചിട്ടില്ല നബിയേ.